മഴ തോരും മുമ്പേൽ അലീനയോട് ദേഷ്യപ്പെടുന്ന ബാലചന്ദ്രനെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അലീനയാണെങ്കിൽ ഏത് നേരമാണെങ്കിൽ പറയാണ് തനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന്, എന്തായി കാര്യമെന്നൊക്കെ ചോദിക്കുകയും കൂടാതെ തന്നെയാണെങ്കിൽ ഞാനെന്നാ ജോലി ശരിയായില്ലെങ്കിൽ ഓർഫനേജിലേക്ക് പോകാമെന്നും പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ നിനക്ക് അത്ര വെറുപ്പായോ, ഞങ്ങളോട് അത്ര ദേഷ്യമാണോ, ഞങ്ങൾ അത്ര ശല്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ടൊന്നുമല്ല അച്ഛാ, അച്ഛനും അമ്മയും ഒരുമിച്ച്, അതായത് മാഡം ഒരുമിച്ച് ഈ വീട്ടിലേക്ക് ജീവിക്കാനാണ്, ഇവിടേക്ക് മാഡം വരുമല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ മാഡം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ട് ഉണ്ടയാണ്, ഇവിടേക്ക് വന്നിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല ഞാൻ പറയുന്നത്, അവൾ വന്നാലേ ഇവിടെ വലിയ പൊട്ടിത്തെറിയും ഭൂകമ്പവും മാത്രമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഒന്ന് സമാധാനിച്ച് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യ്, നമുക്ക് പരിഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെയും നീ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഓരോ ടെൻഷൻ എടുക്കണമെന്തിനാ, തീരുമാനം എടുക്കണമെന്തിനാ, നീ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതാ എന്നൊക്കെ ചോദിച്ച് ബാലേന്ദ്രനാണെങ്കിൽ ദേഷ്യപ്പെടുന്നു. എന്തായാലും ഇതിലൊരു തീരുമാനം വരട്ടെ, അതിനുശേഷം നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം അച്ഛൻ പറയുന്നതും ശരിയാണ് എന്ന് തിരിച്ചറിയുന്ന അലീന കുറച്ച് നേരത്തേക്ക് നിശബ്ദയായി നിൽക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.